ഹലോ ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സിലെ സ്ലാബ് റേറ്റ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നിലവിലുള്ള അസസ്മെൻറ്റ് ഇയർ അനുസരിച്ച് ഏത് സ്ലാബ് റേറ്റിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്, അതിൻ്റെ റേറ്റ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഓൾഡ് സ്കീമും അതുപോലെ തന്നെ ന്യൂ സ്കീമിലെയും സ്ലാബ് റേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ സർചാർജും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെസ്സും പോലുള്ള കാര്യങ്ങളൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത്, അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ മാക്സിമം മാർജിനൽ റേറ്റും ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള MCQസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കതിൻ്റെ സ്ലാബ് റേറ്റ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഇൻകം ടാക്സ് സ്ലാബ് റേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലിന് വേറെ സ്ലാബ് റേറ്റും HUFന് വേറെ സ്ലാബ് റേറ്റും അതുപോലെ തന്നെ കമ്പനി, ഫേം, അങ്ങനെ ഓരോ പേഴ്സൺസിനും സ്ലാബ് റേറ്റിൽ വ്യത്യാസമുണ്ട്. ബേസിക്കലി ഇൻഡിവിജ്വൽസിൻ്റെ സ്ലാബ് റേറ്റിലാണ് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നത്. നമ്മൾ മെയിൻലി പഠിക്കുന്നത് നമ്മുടെ അക്കൗണ്ടൻസിന് വേണ്ടിയിട്ടുള്ള എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇൻഡിവിജ്വൽസിനെ കുറിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കുക, ഇൻഡിവിജ്വൽ അതർ ദാൻ റെസിഡൻറ്റ്, സീനിയർ ആൻഡ് സൂപ്പർ സീനിയർ സിറ്റിസൺ. ഇൻഡിവിജ്വലിനെ തന്നെ നമുക്ക് 3 തരത്തിലായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് നോർമൽ ഇൻഡിവിജ്വൽ, സെക്കൻഡ് വൺ ആണ് സീനിയർ സിറ്റിസൺ, തേർഡ് വൺ ആണ് സൂപ്പർ സീനിയർ സിറ്റിസൺ. ഇൻഡിവിജ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ 60 വയസ്സിൽ താഴെയുള്ള ആളാണ് ഇൻഡിവിജ്വൽ എന്ന് നമ്മൾ ഇവിടെ പറയാം, ഇൻകം ടാക്സിൽ പറയാം. ദെൻ അടുത്താണ് സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആളുകളെയാണ് സീനിയർ സിറ്റിസൺ എന്നും, സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഹൂ ഏജ് ലൈസ് ലെസ് ദാൻ 60, അതായത് 60ൽ താഴെയുള്ള ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം നെറ്റ് ഇൻകം റേഞ്ച്. അതായത് ഒരു ഇൻഡിവിജ്വൽ 60 വയസ്സിൽ താഴെയുള്ള ഇൻഡിവിജ്വൽ, എൻ്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും 60 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്. സോ ഈ 60 വയസ്സിൽ താഴെയുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഇൻഡിവിജ്വലാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു വരുമാനമുണ്ട്. ആ വരുമാനം എന്ന് പറയുന്നത് അഥവാ ടോട്ടൽ ഇൻകം, നമ്മളുടെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ആ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, ടോട്ടൽ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡ് ഓഫ് ഇൻകം നമ്മൾ ടോട്ടൽ ചെയ്യുകയും അതുകൂടാതെ അഗ്രിഗേഷൻ ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ അഗ്രിഗേഷൻ ചെയ്യുകയും ആ അഗ്രിഗേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെറ്റ് ഓഫോ അല്ലെങ്കിൽ ക്യാരി ഫോർവേഡോ ചെയ്യാനുണ്ടെങ്കിൽ ആ ലോസ് സെറ്റ് ഓഫോ ക്യാരി ഫോർവേഡ് ചെയ്യുകയും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 5 ഹെഡ്സ് ഓഫ് ഇൻകം ടോട്ടൽ ചെയ്യുന്നു. ആ 5 ഹെഡ്സ് ഓഫ് ഇൻകം ടോട്ടൽ ചെയ്തതിന് ശേഷം അഗ്രിഗേഷൻ ചെയ്യുന്നു. അഗ്രിഗേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഹെഡ്സിൽ ഉൾപ്പെടാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഏതെങ്കിലും ഇൻകം ഉണ്ട്, അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള പൈസയോ അല്ലെങ്കിൽ സോഴ്സ് കണ്ടെത്താനാകാത്ത പൈസയോ ഉണ്ടെങ്കിൽ ആ അഗ്രിഗേഷൻ കൂടി ആഡ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം സെറ്റ് ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ ലോസ് വല്ലതുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത വർഷത്തിട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഇൻകത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ U വരെയുള്ള, ദാറ്റ് ഈസ് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് അഥവാ ഡൊണേഷൻസ്, നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കൊടുത്ത പൈസ, ഇൻഷുറൻസ് എടുത്തത്, അതുപോലെ തന്നെ ഉള്ള നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഡിഡക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 80C മുതൽ 80U വരെയുള്ള ഒരുപാട് ഡിഡക്ഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഡിഡക്ഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഇൻകത്തിനെയാണ് വിളിക്കുന്നത് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. ഈ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടേത് 2.5 ലക്ഷം വരെയാണെങ്കിൽ, അതായത് അപ് ടു 2.5 ലാക്ക്, 2.5 ലക്ഷം വരെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നമ്മളുടെ അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 2024-25 ആണ് അസസ്മെൻറ്റ് ഇയർ. ഇത് 2023-24 ഞാൻ വെറുതെ തന്നു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇതിലേക്ക് നോക്കണ്ട, ഇതങ്ങ് വിട്ടേക്കാം. ഓക്കെ, നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ഏതാ? 2024-25 ആണ് അസസ്മെൻറ്റ് ഇയർ അല്ലേ. നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ്? 2023-24 ആണ് നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അസസ്മെൻറ്റ് ഇയറിൽ 2.5 ലക്ഷത്തിൽ താഴെയാണ് നമ്മളുടെ വരുമാനമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട, നിൽ റേറ്റ് ആണ്, ടാക്സ് ഇല്ല. ദാറ്റ് ഈസ് നമ്മളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 ലാക്കാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇൻകം ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് ഇത് ഏത് സ്ലാബ് റേറ്റ് ആണെന്ന് അറിയാമോ?
ഓൾഡ് സ്കീമാണ് കേട്ടോ. ഓൾഡ് സ്കീം എന്ന് പറയുന്ന സ്കീമാണ്. ഓൾഡ് സ്കീമും ന്യൂ സ്കീമും ഞാൻ പിന്നീട് കമ്പാരിസൺ പറഞ്ഞു തരാം. അപ്പോൾ ഓൾഡ് സ്കീം എന്ന് പറയുന്ന സ്കീമാണ്. 2.5 ലക്ഷം വരെ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ബേസിക് എക്സംഷൻ ലിമിറ്റാണ്, ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അടുത്തത് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾ 5% ടാക്സ് അടക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾ 5% വരെ ടാക്സ് അടയ്ക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 4 ലക്ഷമാണെങ്കിൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കേണ്ട. ആ 2.5 ലക്ഷം കഴിഞ്ഞിട്ടുള്ള പൈസ ഉണ്ടല്ലോ, അതായത് 4 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷം കുറച്ചിട്ട് ഉള്ള പൈസ, ദാറ്റ് ഈസ് ആ 1.5 ലാക്ക്. ആ 1.5 ലക്ഷത്തിന് എന്ത് ചെയ്യേണ്ടി വരും? 5% ടാക്സ് അടയ്ക്കേണ്ടി വരും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഹിയർ അപ് ടു 2.5 ലാക്ക് നില്ലാണ്. 2.5 ലാക്ക് ടു 5 ലാക്ക് 5% ആണ്. 5 ലാക്ക് ടു 10 ലാക്ക് എന്ന് പറയുന്നത് 20%. 5 ലാക്ക് ടു 10 ലാക്ക് വരെ എത്ര ലക്ഷമുണ്ട്? 5 ലക്ഷമുണ്ട്. 2.5 ലാക്ക് ടു 5 ലാക്ക് എത്രയുണ്ട്? 2.5 ലക്ഷമുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് ഇല്ല, അടുത്ത 2.5 ലക്ഷത്തിന് 5%, അടുത്ത 5 ലക്ഷത്തിന് 20%, അത് കഴിഞ്ഞിട്ടുള്ള എബവ് 10 ലാക്ക് 10 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാത്തിനും എത്ര ശതമാനം? 30%. സോ സിമ്പിൾ സ്ലാബ് റേറ്റ് ആണെന്ത് നമ്മളുടെ ഓൾഡ് സ്കീമിലുള്ള ഇൻഡിവിജ്വലിനുള്ളത്. 2.5 ലക്ഷം വരെ ബേസിക് എക്സംഷൻ റേറ്റ്, 2.5 ലാക്ക് ടു 5 ലാക്ക് 5%, 5 ലാക്ക് ടു 10 ലാക്ക് 20%, 10 ലാക്ക് അബവ് 30%. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 3 സ്ലാബേ ഉള്ളൂ, 5, 20, 30. ഓക്കെ, ഇത് നോർമൽ ഇൻഡിവിജ്വൽ ആണ്, സാധാ സിറ്റിസൺ ആണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സീനിയർ സിറ്റിസൺ ആണ്. റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺ, ദാറ്റ് ഈസ് ഹൂ ഈസ് 60 ഇയർ ഓർ മോർ ബട്ട് ലെസ് ദാൻ 80. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ള സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവരെങ്ങനെ ടാക്സ് അടയ്ക്കേണ്ടത്? അപ് ടു 3 ലാക്ക്. അപ്പോൾ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ 2024-25 ആണ്, ഇത് നോക്കേണ്ട കാര്യമല്ല കേട്ടോ. ഓക്കെ, സോ 2024-25 അപ് ടു 3 ലാക്ക് 3 ലക്ഷം വരെ ടാക്സ് അടയ്ക്കണോ? വേണ്ട. അപ്പോൾ എന്താ ഗുണം എന്താണ്? നോർമൽ സിറ്റീസന് 2.5 ലക്ഷം വരെയാണ് എക്സംഷൻ ലിമിറ്റ് എങ്കിൽ സീനിയർ സിറ്റീസൻ്റെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 3 ലാക്കാണ്. ഇതും ഏത് സ്കീമാണ്? ഓൾഡ് സ്കീമാണ്. ഇപ്പം നമ്മളെല്ലാം പറയുന്നത് ഓൾഡ് സ്കീമാണ്, ന്യൂ സ്കീമിനെ പറ്റി പറയാറായിട്ടില്ല, എത്തുന്നേ ഉള്ളൂ. ഓൾഡ് സ്കീമാണ്. 3 ലക്ഷം വരെ ബേസിക് എക്സംഷൻ ലിമിറ്റാണ്, ടാക്സ് അടയ്ക്കേണ്ട. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എത്ര ലക്ഷമുണ്ട്? 2 ലക്ഷം, അതിന് 5%. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 5 ലക്ഷം 20%, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30%. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതും ഇതുമായിട്ട് ഒറ്റ വ്യത്യാസമുള്ളൂ. എന്താ വ്യത്യാസം? എന്താണ്? ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ 2.5 ലക്ഷത്തിനാണ് നില്ലെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ 3 ലക്ഷത്തിനാണ് നില്ല് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2.5 ലാക്ക് എന്നുള്ളത് ഇവിടെ എത്രയായിട്ട് മാറി? 3 ലാക്കായിട്ട് മാറി. അതേസമയം ഇവിടെ 2.5 ലാക്ക് ടു 5 ലാക്ക് എന്നുള്ളത് എത്രയായിട്ട് മാറി? ഇവിടെ 3 ലാക്ക് ടു 5 ലാക്ക് എന്നായിട്ട് മാറി. സോ ചെറിയൊരു വ്യത്യാസം. ബാക്കി തേർഡ് സ്ലാബിന് ഒരു വ്യത്യാസമല്ല. 5 ലാക്ക് ടു 10 ലാക്ക് 20% തന്നെയാണ്, എബവ് 10 ലാക്ക് 30% ആണ്. ഇത് 2023-24 അസസ്മെൻറ്റ് ഇയറിലും ഇതേ സ്ലാബ് റേറ്റ് തന്നെയായിരുന്നു, ഒരു വ്യത്യാസമല്ല. 2023-24 24-25 തമ്മിൽ ഒരു വ്യത്യാസമല്ല. പക്ഷേ അതേസമയം 24-25 ഇനി വരാൻ പോകുന്ന അസസ്മെൻറ്റ് ഇയർ ആയിട്ടുള്ള 25-26 തമ്മിൽ എന്തുണ്ട്? കുറച്ചധികം വ്യത്യാസങ്ങൾ ഉണ്ട്. ഓക്കെ, സോ എനിവേ നമ്മൾ പഠിക്കേണ്ടത് അറ്റ് പ്രസൻറ്റ് പഠിക്കേണ്ടത് നമ്മളുടെ അസസ്മെൻറ്റ് ഇയർ 2024-25 ആയതുകൊണ്ട് നമ്മൾ ഈ സ്ലാബ് റേറ്റ് പഠിച്ചിട്ട് പോവുക. നിങ്ങൾ എക്സാം എഴുതുന്നത് 2025 മാർച്ച് മാസത്തിന് മുന്നാണെങ്കിൽ, മാർച്ചിലോ മാർച്ച് മാസത്തിന് മുന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യസമേതം ഇത് പഠിച്ചിട്ട് പോവാം, കുഴപ്പമില്ല. പക്ഷെ അതേസമയം 2025 മാർച്ചിന് ശേഷമാണ് എക്സാം എഴുതുന്നതെങ്കിൽ ഈ സ്ലാബ് റേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. സോ ഇതാണ് ഇൻകം ടാക്സ് സബ്ജക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പഠിച്ച ആരാ? 60 to 80 years ആണ്. ഇനി അടുത്താണ് റെസിഡൻറ്റ് സൂപ്പർ സീനിയർ സിറ്റിസൺ. സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൂ ഇസ് 80 years ഓർ മോർ എന്ന് വെച്ചാൽ 80 വയസ്സിന് മുകളിലുള്ള ആളുകൾ. ഓക്കെ, അവരെങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്? അപ് ടു 5 ലാക്ക് 5 ലക്ഷം വരെ അവർക്ക് എന്താണ്? നില്ലാണ്. അപ്പോൾ സൂപ്പർ സീനിയർ സിറ്റിസൻ്റെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 5 ലക്ഷം. 5 ലക്ഷം വരെ അവർ ടാക്സ് അടയ്ക്കേണ്ട. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20%, അതായത് 5 ലക്ഷത്തിന് 20, 5 മുതൽ 10 വരെയുള്ള 5 ലക്ഷത്തിന് 20%, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30% ടാക്സ് അടയ്ക്കണം. അപ്പോൾ അവർ ഏത് സ്ലാബിൽ നിന്ന് ഒഴിവായി? 5% സ്ലാബിൽ നിന്ന് ആരെ ഒഴിവായി? സൂപ്പർ സീനിയർ സിറ്റിസൺ ഒഴിവായി. അവരുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 5 ലാക്കാണ്.
അപ് ടു 5 lakh നില്ലാണ്, 5 lakh to 10 lakh 20%, അബൌട്ട് 10 lakh ആണെങ്കിൽ 30%. 2023-24 അസസ്മെൻറ്റ് ഇയറിലും സെയിം തന്നെയായിരുന്നു. സോ ഇത് നിങ്ങൾ നോക്കണ്ട, നമ്മളിത് നോക്കിയാൽ മതി, ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്തതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. HUFൻ്റെ കേസിൽ എങ്ങനെയാണ്? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയും അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, ഇവർക്കൊക്കെ എങ്ങനെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്? ആദ്യത്തെ 2.5 ലക്ഷം വരെ ടാക്സ് ഇല്ലാന്നില്ലാണ്. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള 2.5 ലക്ഷം രൂപക്ക് 5%, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള 5 ലക്ഷത്തിന് 20%, എബൌട്ട് 10 lakh ആണെങ്കിൽ 30%. സോ ഒരു നോർമൽ ഇൻഡിവിജ്വലിൻ്റെ ടാക്സിൻ്റെ സ്ലാബ് ഏതാണോ ആ സെയിം സ്ലാബാണ് ആർക്ക്? HUFനും AOPക്കും BOEക്കും ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സണും. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സെയിം സ്ലാബ് റേറ്റ് തന്നെയാണ് ഇവർക്ക് HUF, AOP, BOE ആൻഡ് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. സോ ക്ലിയർ ആയല്ലോ. അപ് ടു 2.5 lakh നിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ്. അപ്പോൾ HUFൻ്റെയും AOPയുടെയും BOEയുടെയും ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൻ്റെയും ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര ആൻസർ പറയാം? 2.5 lakh ആണ്. ഓക്കെ, സീനിയർ സിറ്റിസൻ്റെ എത്രയാണ്? 3 lakh ആണ്. സൂപ്പർ സീനിയർ സിറ്റിസൻ്റെ എത്രയാണ്? 5 lakh ആണ്. ഇതെല്ലാം പറഞ്ഞത് ഓൾഡ് സ്കീമാണോ ന്യൂ സ്കീമാണോ? ഇതെല്ലാം ഓൾഡ് സ്കീമാണ്. സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ എക്സിസ്റ്റിംഗ് ഓൾഡ് ടാക്സ് റെജീം? എന്താണ് ഞാൻ ഈ പറയുന്ന ഓൾഡ് ടാക്സ് റെജീം അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് റെജീം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ എക്സിസ്റ്റിംഗ് ഓർ ഓൾഡ് ടാക്സ് റെജീം? The old tax regime provides 3 slab rates for levy of income tax which are 5%, 20% tax rate and 30% for different brackets of income. Okay, അതായത് എന്താണ് ഈ ഓൾഡ് ടാക്സ് റെജീമും അല്ലെങ്കിൽ എന്താണ് എക്സിസ്റ്റിംഗ് ടാക്സ് റെജീം? ദ ഓൾഡ് ടാക്സ് റെജീം പ്രൊവൈഡ് 3 സ്ലാബ്, 3 സ്ലാബുകളാണുള്ളത് അല്ല. ഏതൊക്കെയാണ്? ഫോർ ദ ലെവി ഓഫ് ഇൻകം ടാക്സ് വിച്ച് ആർ 5%, 20% ടാക്സ് റേറ്റ് ആൻഡ് 30%. 3 സ്ലാബാണോ ഫോർ ഡിഫറെൻറ്റ് ബ്രാക്കറ്റ് ഓഫ് ഇൻകം. The individuals have been given the option to continue with this old tax regime and they can claim deductions of allowances like leave travel concession, house rent allowance and certain other allowance. അതായത് നമ്മളുടെ നിർമ്മല സീതാരാമൻ 2020-21 കാലഘട്ടത്തിലാണ് ഏത് കൊണ്ടുവരുന്നത്? ഒരു ന്യൂ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവരുന്നത്. എന്താ ന്യൂ സ്കീമിൻ്റെ പ്രത്യേകത? ഫിനാൻഷ്യൽ ബജറ്റിൽ നിർമ്മല സീതാരാമൻ പറയാണ് ഓൾഡ് സ്കീം എന്ന് പറയുന്ന സ്കീമുണ്ട്, ന്യൂ സ്കീം എന്ന് പറയുന്ന സ്കീമുണ്ട്. ഓൾഡ് സ്കീമിൻ്റെ പ്രത്യേകത, ഈ സ്കീമിൻ്റെ പ്രത്യേകിച്ച് ഓൾഡ് സ്കീമും ന്യൂ സ്കീമുണ്ട്, സ്റ്റിൽ ഇത് രണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ് ഓൾഡ് സ്കീമിൽ ടാക്സ് അടയ്ക്കണോ ന്യൂ സ്കീമിൽ ടാക്സ് അടയ്ക്കണോ എന്നുള്ളത്. എന്താണ് ഓൾഡ് സ്കീം? ഓൾഡ് സ്കീം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, 5%, 20%, 30% എന്ന് പറയുന്ന 3 സ്ലാബ് റേറ്റുകളുണ്ട്. നിങ്ങൾ ഇതാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡിഡക്ഷൻസ് കിട്ടും? ലീവ് ട്രാവൽ കൺസെഷൻ, ഹൗസ് റെൻ്റ് അലവൻസ്, അതുപോലെ തന്നെയുള്ള അലവൻസുകളും ഡിഡക്ഷൻസും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാൻ പറ്റും. ഏത് സ്കീം ഫോളോ ചെയ്യാണ്? ഓൾഡ് സ്കീം ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഓൾഡ് സ്കീം നല്ലതല്ലേ? ഓൾഡ് സ്കീം ഫോളോ ചെയ്താലുള്ള ഗുണം എന്താണ്? ഫോർ എക്സാമ്പിൾ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപയിൽ നിന്ന് എനിക്ക് ലീവ് ട്രാവൽ കൺസെഷന് ചിലപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 50,000 രൂപ എക്സംഷൻ കിട്ടും. ഹൗസ് റെൻ്റ് അലവൻസിന് ഒരു 50,000 എക്സംഷൻ കിട്ടുമെന്ന് വിചാരിക്കുക. ബാക്കി ഡിഡക്ഷൻസ്, ഡൊണേഷൻസ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ഒരു 3 lakh ഒരു 4 lakh മൊത്തം ചിലവ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും 6 ലക്ഷം രൂപയായിരിക്കും എൻ്റെ എന്ത് വരാം? ടോട്ടൽ ഇൻകം വരാം. 6 lakh ആയിരിക്കും ടോട്ടൽ ഇൻകം വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഡക്ഷൻസ്, ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറേയധികം ഡിഡക്ഷൻസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. ആ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തിട്ടുള്ള 6 lakhൽ നിന്ന് 6 lakhൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 5%, 20%, 30% ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഓൾഡ് സ്കീം നല്ല സ്കീമല്ലേ? തീർച്ചയായിട്ടും എന്താണ്? ഓൾഡ് സ്കീം എന്ന് പറയുന്നത് നല്ലൊരു സ്കീമാണ്. ഓക്കെ, അഡീഷണലി ഇനി അത് കൂടാതെ ഡിഡക്ഷൻസ് ഫോർ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് ATC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിലേക്കും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും നാഷണൽ പെൻഷൻ സ്കീമിലേക്കും പിന്നെന്താണ് അതുപോലെ തന്നെ നാഷണൽ പെൻഷൻ സ്കീമിലേക്കും അതുപോലെ തന്നെ 80U പോലുള്ള കുറേ അധികം ഡിഡക്ഷൻസ് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾഡ് സ്കീമിലുള്ളവർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ സാലറിയിന്മേൽ ഇൻകം ഫ്രം സാലറി ഉണ്ടെങ്കിൽ 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ deduction for the interest paid of the home loan as per the Finance Act 2023 standard deduction is eligible for deduction for both new and old regime. അപ്പോൾ 2020-21 ഏത് കൊണ്ടുവന്നത്? ഓൾഡ് സ്കീമിന് പുറമേ ന്യൂ സ്കീം കൊണ്ടുവന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? നിർമ്മല സീതാരാമൻ 2023 ഫിനാൻസ് ആക്ടിൽ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഓൾഡ് സ്കീമിലും ന്യൂ സ്കീമിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ 2020, 21, 22, 23 കാലഘട്ടത്തിലൊക്കെ ഓൾഡ് സ്കീമിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻകം ഫ്രം സാലറിയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. 2023 പുതിയൊരു നിയമം ഭേദഗതി കൊണ്ടുവന്നത് എന്താ? ഓൾഡ് സ്കീമിൽ മാത്രമല്ല കേട്ടോ, ന്യൂ സ്കീമിൽ എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യാം. ഇത് എന്നാ കൊണ്ടുവന്നത്? 2023 മുതൽക്ക്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വരുമാനം കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 10 ലക്ഷം രൂപയാണ് എൻ്റെ വരുമാനമെന്ന് വിചാരിച്ചു. 10 ലക്ഷം രൂപയാണ് എൻ്റെ വരുമാനമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓൾഡ് സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്തൊക്കെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും? ഈ 10 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ടോട്ടൽ ഇൻകമാണ്. ആ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പെൻഷനും അതുപോലെ തന്നെ എന്താണ്, ഫോർ എക്സാമ്പിൾ എൻ്റെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് ഒരു 5 lakh ഉണ്ട്. ടോട്ടൽ ഇൻകം അല്ല ഞാൻ കൂട്ടുന്നത്, ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് ഒരു 5 lakh ഉണ്ട്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു 5 lakh ഉണ്ടെന്ന് വിചാരിച്ചു. സോ 5 lakh + 5 lakh 10 lakh ആണ്. അപ്പോൾ ഈ 5 lakh നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എനിക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചാൽ 4.5 ലക്ഷം രൂപ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 5 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ 5 × 4 = 9, 9.5 ലക്ഷമായി. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം? ആ 9.5 ലക്ഷത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 80C മുതൽ 80U വരെയുള്ള LIC, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, നാഷണൽ പെൻഷൻ സ്കീം പോലുള്ള ഡിഡക്ഷൻസ് ഒക്കെ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഞാൻ ക്ലെയിം ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 1.5 ലക്ഷം ക്ലെയിം ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ 9.5 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 9.5 ലക്ഷത്തിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ലക്ഷം വരും. സോ എൻ്റെ ടോട്ടൽ ഇൻകം എത്രയായിട്ട് മാറി? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷമായിട്ട് മാറി. ഈ 8 ലക്ഷത്തിന്മേൽ ഞാൻ എങ്ങനെ സ്ലാബ് റേറ്റ് അടയ്ക്കണത്? ആദ്യത്തെ 2.5 ലക്ഷത്തിന്മേൽ ഞാൻ എന്ത് ചെയ്യേണ്ട? ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ടുള്ള 2.5 ലക്ഷത്തിന്മേൽ ഞാൻ എന്ത് ചെയ്യണം? 5% ടാക്സ് അടയ്ക്കണം. 5% ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 12,500 രൂപ ടാക്സ് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട്? ആദ്യത്തെ 2.5 ലക്ഷം നില്ലാണ്. അടുത്തത് എത്രയാണ്? 2.5 lakh to 5 lakh 2.5 ലക്ഷം. അടുത്തത് എത്രയാണ്? 5 lakh to 10 lakh ആണ്. ഇപ്പോൾ എനിക്ക് എത്ര ഉള്ളൂ? 8 lakh ഉള്ളൂ. 5 മുതൽ 8 ലക്ഷം വരെ എത്ര ലക്ഷമുണ്ട്? 3 ലക്ഷമുണ്ട്. ആ 3 ലക്ഷത്തിന് 20% ടാക്സ് പറയുമ്പോൾ ഞാൻ എത്ര അടയ്ക്കണം? 3 ലക്ഷത്തിൻ്റെ 20% എന്ന് പറയുമ്പോഴത്തേക്കും 3 ലക്ഷത്തിൻ്റെ 10%, 30,000, 20% എന്ന് പറയുമ്പോഴത്തേക്കും 60,000 രൂപ. അപ്പോൾ ഞാൻ എത്ര ടാക്സ് അടയ്ക്കണം? 72,500 രൂപ ഞാൻ ടാക്സ് അടയ്ക്കണം. ഏത്? ഓൾഡ് സ്കീമാണെങ്കിൽ 72,500 ആണ് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത്. 8 ലക്ഷമാണ് എൻ്റെ ഇൻകം. സത്യത്തിൽ എൻ്റെ ഇൻകം എന്ന് പറയുന്നത് എത്ര ഉണ്ടായിരുന്നു? 5 × 5 = 10 ലക്ഷം ഉണ്ടായിരുന്നു. ആ 10 ലക്ഷം എന്നുള്ളത് എത്രയായിട്ട് ചുരുങ്ങി? എനിക്ക് ഡിഡക്ഷൻസ് എല്ലാം ക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോൾ 8 ലക്ഷമായിട്ട് ചുരുങ്ങി. അപ്പോൾ 72,500 രൂപയാണ് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ന്യൂ സ്കീമാണെങ്കിൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചെയ്യാൻ പറ്റും. പക്ഷേ ന്യൂ സ്കീമിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പറഞ്ഞ ഡിഡക്ഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ന്യൂ സ്കീമിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂ സ്കീമിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് ഓൾഡ് റെജീം വെച്ചിട്ട് ഞാൻ എൻ്റെ ടാക്സ് കാൽക്കുലേഷൻ ചെയ്തിരിക്കുകയാണ്. അപ് ടു 2.5 lakh 2.5 ലക്ഷം വരെ എന്തില്ല? ടാക്സ് ഇല്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5% ടാക്സ് വരും. അപ്പോൾ 5% എബോവ്, അതായത് 2.5 ലക്ഷം വരെ ഇല്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എത്ര ലക്ഷമുണ്ട്? 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എത്രയുണ്ട്? 2.5 ലക്ഷമുണ്ട്. ആ 2.5 ലക്ഷത്തിന് 5% ടാക്സ് വരും. എന്ന് വെച്ചിട്ടില്ല എത്ര വരും? 12,500 രൂപ വരും. ക്ലിയർ ആയല്ലോ? അടുത്തത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ. അപ്പോൾ ഒരാളുടെ വരുമാനം 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണെങ്കിലോ ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കേണ്ട. അടുത്ത 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള 2.5 ലക്ഷത്തിന് 5% എന്ന് പറയുമ്പോൾ 12,500 വരും. സോ ആ 12,500 പ്ലസ് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ എത്രയുണ്ട്? 5 ലക്ഷമുണ്ട്. ആ 5 ലക്ഷത്തിൻ്റെ 20% എന്ന് വെച്ചാൽ എത്രയാണ്? 5 ലക്ഷത്തിൻ്റെ 20% എന്ന് പറയുമ്പോഴത്തേക്കും 1 ലക്ഷം വരും. 1 lakh rupees വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതാണ് എബൌട്ട് 10 lakh. 10 ലക്ഷത്തിന് മുകളിലാണെങ്കിലോ എന്തൊക്കെ അടയ്ക്കണം? 10 ലക്ഷത്തിന് മുകളിലാണ് ഒരാളുടെ വരുമാനമെങ്കിൽ, ഫോർ എക്സാമ്പിൾ 15 ലക്ഷമാണെന്ന് ഇരിക്കട്ടെ, ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് ഇല്ല. അടുത്ത 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ളതിന് 12,500. സോ ആ 12,500. ഓക്കെ, ആ 12,500 പ്ലസ് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ എത്ര വരുമാനമുണ്ട്? 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 5 ലക്ഷം ഉണ്ട്. ആ 5 ലക്ഷത്തിന് 20% 1 ലക്ഷം. സോ 1 ലക്ഷം പ്ലസ് 12,500 ആണ് ഇവിടെ 1,12,500 എഴുതിയിരിക്കുന്നത്. 30% അബോവ് 10 lakh. 10 ലക്ഷത്തിന് മുകളിൽ എനിക്ക് എത്രയുണ്ട്? 15 ലക്ഷമുണ്ട്.
അപ്പോൾ അത്രയാണ് 5 ലക്ഷമാണെന്ന് വിചാരിക്കുക. അപ്പോൾ 5 ലക്ഷത്തിന് 30% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 5 ലക്ഷത്തിന് 10% 50,000 രൂപ, 30% എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപ. സോ 1,50,000. ഓക്കെ, അപ്പോൾ 15 ലക്ഷമാണ് എൻ്റെ വരുമാനമെങ്കിൽ എത്ര വരും നോക്കി? 2, 6, 2. 2,62,500 രൂപ ഞാൻ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. 15 ലക്ഷം വരുമാനമുള്ള വ്യക്തിയാണ് ഞാനെങ്കിൽ 2,62,500 രൂപ ഞാൻ എന്ത് ചെയ്യണം? ഓൾഡ് സ്കീം അനുസരിച്ച് ടാക്സ് അടയ്ക്കണം. ഇതാണ് ഓൾഡ് സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇൻകം ടാക്സ് സ്ലാബ് ന്യൂസ് റെജീം. ന്യൂ സ്ലാബിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻകം ടാക്സിൻ്റെ ന്യൂ സ്കീം, അതായത് 2020-21 മുതൽ പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്. പുതിയ സ്കീമിൻ്റെ പേരാണ് 115BAC. പഠിച്ചിരിക്കുക കേട്ടോ, 115BAC ആണ് പുതിയ സ്കീം. ഓക്കെ, ആ സ്കീമിൻ്റെ പ്രത്യേകത എന്താ? അപ് ടു 3 lakh, നിങ്ങൾ 3 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ ഓൾഡ് സ്കീമിലെ ബേസിക് എക്സ്റ്റൻഷൻ ലിമിറ്റ് 2.5 ലക്ഷമാണെങ്കിൽ ന്യൂ സ്കീമിലെ ബേസിക് എക്സ്റ്റൻഷൻ ലിമിറ്റ് എത്രയാണ്? 3 lakh ആണ്. ഓക്കെ, 3 lakh to 6 lakh എന്ന് പറയുന്നത് എത്ര ലക്ഷമുണ്ട്? 3 ലക്ഷമുണ്ട്. 3 ലക്ഷത്തിന് 5%. കണ്ടോ, 3 ലക്ഷത്തിന് 5%. 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെ എത്രയുണ്ട്? എഗെയിൻ 3 lakh ഉണ്ട്. ആ 3 lakhന് എത്ര ശതമാനം? ആ 3 ലക്ഷത്തിന് എത്രയാണ്? 10% ടാക്സ് വരുന്നത്. ദാറ്റ് ഈസ് 6 lakh to 9 lakh വരുന്ന 3 lakhന് 10%. അങ്ങനെ വരുമ്പോൾ എത്ര വരും? ആദ്യത്തെ 3 ലക്ഷത്തിന് നില്ലാണ്. അടുത്ത 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ളതിന് 3 ലക്ഷത്തിൻ്റെ 5% എത്ര ടാക്സ് വരും? 15,000 വരും. പ്ലസ് എന്ത് വരും? 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെയുള്ള 3 ലക്ഷത്തിന് 10% ടാക്സ് വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ 3 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 3 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോഴത്തേക്കും 30,000 രൂപ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ എത്ര വന്നു? 15,000 പ്ലസ് 30,000 എത്ര വന്നു? 45,000. 9 ലക്ഷം മുതൽ 12 ലക്ഷം വരെ എത്രയുണ്ട്? 3 ലക്ഷമുണ്ട്. ശരിയല്ലേ? അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് ഇല്ല. അടുത്ത 3 മുതൽ 6 വരെയുള്ള 3 ലക്ഷത്തിന് 5% ടാക്സ്. 5% ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 15,000 രൂപ. ഓക്കെ, അടുത്തത് 6 മുതൽ 9 വരെയുള്ള 3 ലക്ഷത്തിന് 10% ടാക്സ്, ദാറ്റ് ഈസ് 30,000 രൂപ. 9 മുതൽ 12 ലക്ഷം വരെയാണ് വരുമാനമെങ്കിലോ ആദ്യത്തേന് ടാക്സ് ഇല്ല. അടുത്ത 3 ലക്ഷത്തിന് 15,000, അടുത്ത 3 ലക്ഷത്തിന് 30,000, 30,000 15,000 കൂട്ടിയിട്ട് 45,000, 45,000 പ്ലസ് ഈ പറഞ്ഞ 9 മുതൽ 12 ലക്ഷം വരെയുള്ള 3 ലക്ഷത്തിന് എത്ര ശതമാനം? 15% ടാക്സ്. അപ്പോൾ എത്ര വന്നത്? 3 ലക്ഷത്തിന് 15% ടാക്സ് കൂട്ടി വയ്ക്കുക. 3 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 30,000 രൂപ അല്ലേ? 3 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 15,000 രൂപ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എഗെയിൻ ഒരു 45,000 കൂടി വരും. 45,000, അതായത് 3 ലക്ഷത്തിൻ്റെ 15% എന്ന് പറയുന്നത് 45,000 രൂപ. അപ്പോൾ എത്രയായി? 45,000 പ്ലസ് 45,000 ആയി. ഇനി 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ് വരുമാനമെങ്കിലോ 12 lakh to 15 lakh ആണ് വരുമാനമെങ്കിലോ 12 lakh to 15 lakh എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം ഉണ്ട്? എഗെയിൻ 3 lakh ഉണ്ട്. അതിനെത്ര ശതമാനം? 20% ടാക്സ്. 20% ആണ് ടാക്സ്. സോ 20% ടാക്സ് വരുമ്പോഴത്തേക്ക് എത്ര ടാക്സ് അടയ്ക്കണം? നിങ്ങളുടെ വരുമാനം 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണെങ്കിൽ ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കേണ്ട. 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ള 3 ലക്ഷത്തിന് 5% വെച്ച് 15,000 അടയ്ക്കണം. അത് കഴിഞ്ഞിട്ടുള്ള 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെയുള്ള 3 ലക്ഷത്തിന് 10% വെച്ച് 30,000 രൂപ ടാക്സ് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ടുള്ള 9 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള 3 ലക്ഷത്തിന് എത്ര അടയ്ക്കണം? 15% ടാക്സ് അഥവാ 45,000 രൂപ അടയ്ക്കണം. അത് കഴിഞ്ഞിട്ടുള്ള 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള 3 ലക്ഷം രൂപയ്ക്ക് 20% ടാക്സ് അടയ്ക്കണം. അഥവാ 3 ലക്ഷത്തിൻ്റെ 20% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഒരു 3 ലക്ഷത്തിൻ്റെ 10% 30,000, 20% 60,000 രൂപ. 60,000 രൂപ. അപ്പോൾ എത്ര ടാക്സ് അടയ്ക്കണം നോക്കുക. ഇവിടെ 5% എന്ന് പറയുമ്പോൾ 15,000. 15,000 പ്ലസ് 30,000 45,000. 45,000 പ്ലസ് 40,000 90,000. 90,000 പ്ലസ് 60,000 എന്ന് വരുമ്പോഴത്തേക്ക് എത്ര വരും? 90,000 പ്ലസ് 60,000 എത്രയാണോ വരുന്നത്? എത്രയാണ്? 1,50,000. സോ നിങ്ങളുടെ വരുമാനം 15 ലക്ഷം വരെയാണെങ്കിൽ 1,50,000 വരെ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. നിങ്ങളുടെ വരുമാനം 15 ലക്ഷമോ 15 ലക്ഷത്തിന് മുകളിലോ ആണെങ്കിൽ എബോവ് 15 lakh ആണെങ്കിൽ നിങ്ങൾ എന്ത് അടയ്ക്കണം? ആ എബോവ് 15 lakh എത്ര എമൗണ്ട് ഉണ്ടോ അതിനെ 30% എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് ഇല്ല, നില്ലാണ്. ദെൻ 3 lakh to 6 lakh 5%.
6 lakh to 9 lakh എന്ന് പറയുന്നത് 10%. അടുത്തത് 9 lakh to 12 lakh എന്ന് പറയുന്നത് 15%. 12 lakh to 15 lakh എന്ന് പറയുന്നത് 20%. ദെൻ അബവ് 15 lakh എന്ന് പറയുന്നത് 30%. സോ സിമ്പിളാണിത്. 3 ലക്ഷത്തിൻ്റെ ഇടവേളകളാണ് ഇവിടെ ഉള്ളത്. അപ് ടു 3, 3 to 6, 6 to 9, 9 to 12, 12 to 15 എല്ലാം ഇൻ ബിറ്റ്വീൻ 3 lakh ആണ് അല്ലേ. നോക്കിയേ 6 to 9, 9 to 12 അല്ലേ, 12 to 15 എല്ലാം 3 lakh ഗ്യാപ്പാണുള്ളത്. സോ എത്രയാണ് വരുന്നത്? 5, 10, 15, 20. ലാസ്റ്റത്തെ സ്ലാബ് മാത്രം 20-ൽ നിന്ന് 25-ലേക്ക് ചാടുന്നതിന് പകരം 30-ലേക്ക് എന്ത് ചെയ്തു? ചാടി. ഓക്കെ. സോ 5, 10, 15, 20, 30%. അപ് ടു 3 lakh, 3 lakh to 6 lakh, 6 to 9, 9 to 12, 12 to 15, above 15. സിമ്പിൾ. സോ ഇതാണ് ന്യൂ ടാക്സ് റെജീം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ന്യൂ ടാക്സ് റെജീമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഡിഡക്ഷൻസും ആ പറഞ്ഞ എക്സംഷൻസും ഒന്നും നമുക്ക് കിട്ടൂല. ആകെ ചെയ്യാൻ പറ്റുക സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറിയിൽ 50,000 മാത്രം ചെയ്യാം, വേറെ ആനുകൂല്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇനി അടുത്തത് വരാൻ പോകുന്ന വർഷത്തെ കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു അല്ലേ. 2025-2026 അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഈ അടുത്ത് നിർമ്മലാ സീതാരാമൻ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയൊരു ഫിനാൻഷ്യൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ബജറ്റിൽ ന്യൂ സ്ലാബിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ് ടു 3 lakh ടാക്സ് ഇല്ല, നീലാണ് പഴയ പോലെ തന്നെ. 3 lakh to 7 lakh 5%. നമ്മൾ നേരത്തെ പഠിച്ചത് 3 lakh to 6 lakh ആയിരുന്നു, അത് എത്രയൊക്കെ മാറ്റി? 7 lakh ആക്കി മാറ്റി. 7 lakh to 10 lakh 10%. പെർസെൻറ്റേജിൽ വ്യത്യാസമല്ല. പഴയത് എത്രയായിരുന്നു? 6 to 9 ആയിരുന്നു. ഇത് 7 to 10 ആയി. അടുത്ത എത്രയാണ്? 10 to 12 ആയി. സോ പഴയത് എത്രയായിരുന്നു? 9 to 12 ആയിരുന്നു പഴയത്, 15% വരുന്നത്. ഇപ്പോൾ എത്രയായിട്ട് മാറി? 10 to 12 ആയിട്ട് മാറി. അടുത്ത എത്രയാണ്? 12 to 15. അത് പണ്ട് എന്ത് തന്നെയായിരുന്നു? 12 to 15 തന്നെയായിരുന്നു, 20%. എബോവ് 15 lakh 30% തന്നെ. സ്ലാബിൽ ചേഞ്ച് വന്നത് എവിടേക്കാണ്? ഈ സ്ലാബിലും ചേഞ്ച് വന്നു, ഈ സ്ലാബിലും ചേഞ്ച് വന്നു, ഈ സ്ലാബിലും ചെയ്തു വന്നു. സോ ഈ 3 സ്ലാബ്സിലാണ് എന്ത് വന്നത്? ചേഞ്ചസ് വന്നത്. ഓക്കെ. നേരത്തെ ഫസ്റ്റ് സ്ലാബ് ബേസിക് എക്സ്റ്റൻഷൻ ലിമിറ്റ് സെയിം തന്നെയാണ്, 3 lakh അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. 3 lakh to 6 lakh എന്നുള്ളത് 3 lakh to 7 lakh ആയി, 7 lakh to 10 lakh ആയി, 10 lakh to 12 lakh ആയി. ഈ സ്ലാബിൽ വ്യത്യാസമല്ല, 12 to 15 പഴയത് തന്നെ. ഈ സ്ലാബിൻ്റെ റേറ്റിലും ഇൻകം ടാക്സിൻ്റെ റേറ്റിലും എന്തില്ല? ചേഞ്ച് ഇല്ല. ഇതാണ് ന്യൂ സ്കീം. ഇത് ഏത് അസസ്മെൻറ്റ് ഇയറിലേക്കുള്ളതാണ്? 2025-26 അസസ്മെൻറ്റ് ഇയറിലേക്കുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ളതല്ല. എങ്കിലും ഇതുകൂടി ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചിരിക്കുക. പറയാൻ പറ്റില്ലല്ലോ ഏത് ക്വസ്റ്റനാണ് ചോദിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് അസസ്മെൻറ്റ് ഇയർ 2024-25 വെച്ചിട്ടാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് 2025 മാർച്ചിന് ശേഷമാണ് എഴുതാൻ പോകുന്നതെങ്കിൽ ഈ സ്ലാബ് അനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടതായിട്ട് വരും. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ടാക്സ് റേറ്റ് ഫോർ ഡൊമസ്റ്റിക് കമ്പനി. ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റ് എത്രയാണെന്നുള്ളത്. സോ ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 115BA പ്രകാരം സെറ്റപ്പ് ഓൺ ഓർ ആഫ്റ്റർ മാർച്ച് 2016, മാർച്ച് 1, 2016 ശേഷം വന്നൊരു ബിസിനസ്സാണ്. എൻഗേജ്ഡ് മാനുഫാക്ചർ പ്രൊഡക്ഷൻ ആണ്. നോൺ സ്പെസിഫൈഡ് എക്സംഷൻസ് ഒന്നുമില്ല. അവർക്ക് എത്രയാണ്? 25% ടാക്സ് ആണ് വരുന്നത്. ഓക്കെ, ഡൊമസ്റ്റിക് കമ്പനിയുടെ കേസിൽ. ഓക്കെ. ദെൻ അടുത്തത് നമുക്ക് ഇതൊന്നും അത്ര നോക്കാനില്ല. നമ്മളെ സംബന്ധിച്ച് നെക്സ്റ്റ് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 115BAA പ്രകാരം നോ സ്പെസിഫൈഡ് എക്സംഷൻ, ഡിഡക്ഷൻസ്, ഇൻസെൻറ്റീവ്സ് കിട്ടാത്തവരാണ്. അവർക്ക് 22% ടാക്സും. അതുപോലെ തന്നെ എന്താണ്? ഫസ്റ്റ് ഷെഡ്യൂൾ ടു ഫിനാൻസ് ആക്ട് 2008 ടോട്ടൽ ടേൺ ഓവർ ഗ്രോസ് റെസിപ്റ്റ്സ് 400 കോടിയിൽ താഴെ ടേൺ ഓവർ ഉള്ളവരാണെങ്കിൽ 25% ടാക്സും. മറ്റേതെങ്കിലും ഡൊമസ്റ്റിക് ഫേം ആണെന്നുണ്ടെങ്കിൽ 30% ടാക്സും. സോ ബേസിക്കലി നിങ്ങളെ സംബന്ധിച്ച് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കമ്പനീനെ സംബന്ധിച്ചുള്ള ടാക്സിൻ്റെ സ്ലാബിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫിക്സഡ് ആണ് 30%. ഇതങ്ങ് എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി, വേറൊന്നുമില്ല. ഓക്കെ. സോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഉള്ള ഫസ്റ്റ് ഷെഡ്യൂളിലുള്ള കേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. കാരണം അക്കൗണ്ടൻറ്റിൻ്റെ സിലബസിൽ വരുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാക്സിൻ്റെ സ്ലാബിനെ കുറിച്ചും കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ളത്. കമ്പനിയുടെയോ ഫേമിൻ്റെയോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഡീറ്റെയിൽഡ് എന്നല്ല ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കമ്പനീനെ സംബന്ധിച്ച് ടാക്സ് അടയ്ക്കേണ്ട എത്ര ശതമാനമാണ്? 30% ടാക്സ് റേറ്റ് എന്ന് എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. പിന്നെ ഇതുകൂടി ഒന്ന് പഠിച്ചിരിക്കണം. സെക്ഷൻ 115BAA എന്നുള്ളത് കൂടി ഒന്ന് പഠിച്ചിരിക്കുക. അത് 22% ടാക്സ് ആണ് എന്നുകൂടി പഠിച്ചിരിക്കുക. കാരണം അത് പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. സോ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? ചോദിച്ചേക്കാം. ഓക്കെ. സോ ക്ലിയർ. സോ അടുത്തതാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് എന്താണ്?
അത് പണ്ട് മുതലേ പിടിച്ചുകൊണ്ടിരുന്നതാണ്. നേരത്തെ അത് എഡ്യൂക്കേഷൻ സെസ് മാത്രമായിരുന്നു, ഇപ്പോഴാണ് അത് എന്താക്കിയത്, ഹെൽത്ത് ആക്കിയത്. നേരത്തെ എഡ്യൂക്കേഷൻ സെസ് 3% അതിനുശേഷം എന്ത് ചെയ്തു, ഹെൽത്ത് സെസ് എന്ന് പറഞ്ഞാൽ 1% ആഡ് ചെയ്ത് അങ്ങനെ അപ്പോൾ 4% ആയിട്ട് മാറി. സോ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഈസ് ലെവിഡ് അറ്റ് ദ റേറ്റ് ഓഫ് 4% ഓൺ ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പ്ലസ് സർചാർജ്. ഇൻകം ടാക്സ് എമൗണ്ട് മേലും സർചാർജ് മേലാണ് എന്ത് അടയ്ക്കേണ്ടത്, നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അടയ്ക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഒരു 10 കോടി രൂപയാണെങ്കിൽ ആ 10 കോടിയുടെ ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 35 ലാക്കാണെന്ന് വിചാരിച്ചു, 35 ലക്ഷമാണെന്ന് വിചാരിച്ചു. ആ 35 ലക്ഷത്തിന്മേലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഈ 4% സർചാർജ് എന്താ ഹെൽത്ത് സെസ് അടയ്ക്കേണ്ടത്. അതല്ലാതെ ഈ 10 കോടി മേലല്ല ഹെൽത്ത് സെസ് അടയ്ക്കേണ്ടത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ടോട്ടൽ ഇൻകത്തിന്മേലല്ല ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അടയ്ക്കേണ്ടത്, ടോട്ടൽ ഇൻകത്തിന്മേലടയ്ക്കേണ്ട ടാക്സബിൾ എമൗണ്ട് ഇല്ലേ, ആ ടാക്സബിൾ എമൗണ്ടും പ്ലസ് സർചാർജ് ഉണ്ടെങ്കിൽ ആ സർചാർജുമേലാണ് എന്തടയ്ക്കേണ്ടത്, നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അടയ്ക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ 10 കോടി വരുമാനമുള്ള ഞാൻ 35 ലക്ഷം രൂപ ടാക്സും ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, സർചാർജ് അടയ്ക്കേണ്ടവരാണെങ്കിൽ 45 ലക്ഷം. ആ 45 ലക്ഷത്തിന്മേലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ പോലെ 4% സർചാർജ് അടയ്ക്കേണ്ടതായിട്ട് വരിക. ഞാനിപ്പോൾ പറഞ്ഞത് 10 കോടി മേൽ 35 ലക്ഷം ഒന്നും അല്ല ടാക്സ് വരുന്നത്. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു എമൗണ്ടിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞൊരു എമൗണ്ടാണ്. അത് ക്രോഡ്സ് വരും. 10 കോടി മേൽ 35 ലക്ഷം ഒന്നുമല്ല, ഏകദേശം 3.5-4 കോടിയോളം രൂപ എന്ത് വരും, ടാക്സ് വരും. ജസ്റ്റ് കാൽക്കുലേഷന് വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് മാത്രം പറഞ്ഞതാണ്. ആ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാം. സോ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എത്ര ശതമാനമാണ്, 4%. എന്ത് മേലാണ്, ടോട്ടൽ ഇൻകത്ത് മേലാണോ ടാക്സബിൾ എമൗണ്ട് മേലാണോ, ടാക്സബിൾ എമൗണ്ട് പ്ലസ് സർചാർജ് മേലാണ് എന്ത് പിടിക്കുന്നത്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് പിടിക്കുന്നത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമുക്ക് നോക്കാം റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ഓക്കെ, റിബേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഹൂസ് നെറ്റ് ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh, അതായത് നമ്മളുടെ വരുമാനം 5 ലക്ഷമോ 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ക്യാൻ അവൈൽ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. അത് നമുക്കൊരു കിട്ടുന്നൊരു ഡിസ്കൗണ്ട് ആണ്. റിബേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, എന്താണ് ഈ ഡിസ്കൗണ്ട്? ഇറ്റ് ഈസ് ഡിഡക്റ്റബിൾ ഫ്രം ദ ഇൻകം ടാക്സ് ബിഫോർ കാൽക്കുലേറ്റിംഗ് എഡ്യൂക്കേഷൻ സെസ്. ദ എമൗണ്ട് ഓഫ് റിബേറ്റ് ഈസ് 100% ഓഫ് ഇൻകം ടാക്സ്, ദാറ്റ് ഈസ് 12,500 വിച്ച് എവർ ഈസ് ലെസ്. വേറെ ഒന്നുമില്ല. എൻ്റെ വരുമാനം എന്ന് പറയുന്നത് 4 ലക്ഷമാണെന്ന് വിചാരിച്ചു. എൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം ആദ്യത്തെ 2.5 ലക്ഷത്തിന്മേൽ ഞാൻ എന്താ അടയ്ക്കേണ്ടത്, നില്ലാണ് ടാക്സ്. അടുത്തത് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എത്ര ലക്ഷമുണ്ട്, 2.5 ലക്ഷമുണ്ട്. അതുമേൽ ഞാൻ എത്ര ടാക്സ് അടയ്ക്കേണ്ടത്, 5% ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ എൻ്റെ ഇൻകം എത്രയേ ഉള്ളൂ, 4 ലക്ഷമേ ഉള്ളൂ. 4 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ 2.5 ലക്ഷം നില്ലാണ്. അത് കഴിഞ്ഞിട്ട് എത്ര ലക്ഷമുണ്ട്, 1.5 ലക്ഷമുള്ളൂ. 1.5 ലക്ഷത്തിന് എത്ര ശതമാനം ടാക്സ് വരുന്നത്, 5%. 1.5 ലക്ഷത്തിന് 5% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും, 1.5 ലക്ഷം രൂപയുടെ 10% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും, 15,000 രൂപ വരും അല്ലേ. അപ്പോൾ 5% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും, 15,000ൻ്റെ പകുതി എന്ന് പറയുമ്പോഴത്തേക്കും 7,500. അപ്പോൾ ഞാൻ അടയ്ക്കേണ്ട ടാക്സ് എത്ര, സത്യത്തിൽ 7,500 ടാക്സ് അടയ്ക്കേണ്ടത്. 4 ലക്ഷം വരുമാനമുള്ള ഒരാൾ ടാക്സ് അടയ്ക്കേണ്ടത് 7,500 രൂപയാണ്. എന്നാൽ എൻ്റെ വരുമാനം 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഡിസ്കൗണ്ട് അഥവാ റിബേറ്റ് കിട്ടും 87A പ്രകാരം. ഓക്കെ, അത് എത്ര രൂപ വരെ കിട്ടും, ദ എമൗണ്ട് ഓഫ് റിബേറ്റ് ഈസ് 100% ഓഫ് ദ ഇൻകം ടാക്സ് ഓർ 12,500. എൻ്റെ ഇൻകം ടാക്സ് എമൗണ്ട് എത്രയാണ്, 7,500. അതല്ലെങ്കിൽ 12,500 വിച്ച് എവർ ഈസ് ലെസ് ചെയ്ത 7,500. അതായത് 12,500 രൂപ വരെ നമുക്ക് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. 100% അല്ലെങ്കിൽ 12,500 വിച്ച് എവർ ഈസ് ലെസ്. ഏതാണ് ലെസ്, 7,500 വരെ എനിക്ക് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതേസമയം എൻ്റെ വരുമാനം എന്ന് പറയുന്നത് 6 ലക്ഷമാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിലോ ആദ്യത്തെ 0 to 2.5 lakh എന്ന് പറയുമ്പോൾ എത്രയുണ്ട്, 2.5 ലക്ഷമുണ്ട്. അതിനെത്രയാണ് ടാക്സ് നില്ലാണ്. അടുത്തത് 2.5 lakh to 5 lakh എന്ന് പറയുന്നത് എത്രയുണ്ട്, 2.5 ലക്ഷമുണ്ട്. ആ 2.5 ലക്ഷത്തിന് എത്ര ടാക്സ് അടയ്ക്കണം, 5% ടാക്സ് അടയ്ക്കണം. അടുത്തത് എത്രയാണ്, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ്. പക്ഷേ എനിക്ക് ഇവിടെ എത്രയേ ഉള്ളൂ, 6 ലക്ഷമേ ഉള്ളൂ. 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ എത്ര ലക്ഷമുണ്ട്, 1 ലക്ഷമുണ്ട്. അതിന് എത്ര ശതമാനം ടാക്സ് അടയ്ക്കണം, 20% ടാക്സ് അടയ്ക്കണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ ടാക്സ് അടയ്ക്കേണ്ടി വരും, 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള 2 ലക്ഷത്തിന് 5% എന്ന് പറയുമ്പോഴത്തേക്കും 12,500.
5 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ള 1 ലക്ഷത്തിന് 20% എന്ന് പറയുമ്പോഴത്തേക്കും 1 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000, 20% എന്ന് പറയുമ്പോഴത്തേക്കും 20,000 രൂപ. സോ ഞാൻ എത്ര ടാക്സ് അടയ്ക്കണം? 32,500 രൂപ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതേസമയം ഈ 6 ലക്ഷം എന്നുള്ളത് 5 ലക്ഷമായിട്ടങ്ങ് കുറയാണെങ്കിലോ? വേറൊന്നുമില്ല, 6 ലക്ഷം വരുമാനമുള്ള ഞാൻ എന്ത് ചെയ്തു? 1 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് 6 ലക്ഷം എന്നുള്ള എത്രയായിട്ട് മാറി? ടോട്ടൽ ഇൻകം 5 ലക്ഷമായിട്ട് മാറി. അങ്ങനെയാണെങ്കിലോ 5 ലക്ഷമോ 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ എനിക്ക് റിബേറ്റ് കിട്ടും. അപ്പോൾ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരുമോ? ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. 5 ലക്ഷത്തിൻ്റെ മേളിൽ 1 രൂപ കൂടി കഴിഞ്ഞാലോ എനിക്ക് റിബേറ്റ് കിട്ടത്തില്ല. സോ ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ച് എക്സംഷൻസും അതുപോലെ തന്നെ ഡിഡക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? നമ്മളെ സഹായിക്കുന്നത്. സോ ഇതാണ് റിബേറ്റ് എന്ന് പറയുന്നത്. റിബേറ്റ് 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? റിബേറ്റ് കിട്ടുകയുള്ളൂ. അത് മാക്സിമം 100% അല്ലെങ്കിൽ 12,500 വരെ നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് അടുത്ത് നോക്കാം ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ്. ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലാബ് റേറ്റ് ആർ ആപ്ലിക്കബിൾ ഓൺ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് HUF. അതായത് ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ HUFിന് എന്താണ് സ്ലാബ് റേറ്റ് ആപ്ലിക്കബിൾ ആണ്. സോ ആ ആപ്ലിക്കബിൾ റേറ്റ് വരുമ്പോൾ ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ഈസ് ഈക്വൽ ടു ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം എത്രയാണോ അതുപോലെ തന്നെ ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം, ആ ടോട്ടൽ ഇൻകത്തിന് മേൽ നമ്മുടെ ടാക്സ് എത്രയാണോ ആ ടാക്സ് എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കിട്ടും. ഇതെന്താണ്? ഇത് സിമ്പിൾ മാത്സ് ആണത്. ഓക്കെ, സോ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ദ ടോട്ടൽ ഇൻകം ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇസ് 12 lakh, എൻ്റെ ഇൻകം എന്ന് പറയുന്നത് 12 ലക്ഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾഡ് സ്കീം പ്രകാരമാണ് ഞാൻ ടാക്സ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഇങ്ങനെ വരും. ഫസ്റ്റത്തെ 2.5 lakhന് നില്ലാണ് ടാക്സ് അടയ്ക്കേണ്ട. ഓൺ നെക്സ്റ്റ് 2.5 lakh, നെക്സ്റ്റ് 2.5 lakh 2.5 to 5 lakh വരെയുള്ള 2.5 ലക്ഷം രൂപക്ക് 5% എന്ന് പറയുമ്പോൾ 12,500 അടയ്ക്കണം. അടുത്തത് ഓൺ നെക്സ്റ്റ് 5 lakh എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഉള്ളതിന് 5 ലക്ഷം ഉണ്ട്. ആ 5 ലക്ഷത്തിന് 20% ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണം. ദെൻ 12 ലക്ഷം അല്ലേ? 12 ലക്ഷമാണ്. 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ എത്രയുണ്ട്? 2 ലക്ഷം ഉണ്ട്. ആ 2 ലക്ഷത്തിന് 30% എന്ന് പറയുമ്പോഴത്തേക്ക് 60,000 രൂപ ടാക്സ് അടയ്ക്കണം. സോ ഞാൻ എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും? 1,72,500 രൂപ ടാക്സ്. 12 ലക്ഷം വരുമാനമുള്ള ഞാൻ 1,72,500 രൂപ ടാക്സ് അടയ്ക്കണം. അപ്പോൾ എൻ്റെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എത്രയാണ്? 1,72,500 ഡിവൈഡഡ് ബൈ 12 lakh. ടോട്ടൽ ഇൻകം എത്രയാണ്? 12 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 14.37 ആണ് എൻ്റെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഓൾഡ് സ്കീമും പഠിച്ചു, അതുപോലെ തന്നെ ന്യൂ സ്കീമും പഠിച്ചു. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിർമ്മല സീതാരാമൻ ഓൾഡ് സ്കീമും ന്യൂ സ്കീമും കൊണ്ടുവന്നത് എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓൾഡ് സ്കീം, അപ്പം നിർമ്മല സീതാരാമൻ 2 ഓപ്ഷൻ വെക്കാണ്. ഓൾഡ് സ്കീമുണ്ട്, ഇതാ പഴയ സ്കീം നിങ്ങൾക്ക് തുടരാം, ന്യൂ സ്കീമും തുടരാം എന്ന് പറയുന്നു. ഓൾഡ് സ്കീം തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് എന്ത് കിട്ടും? ഡിഡക്ഷൻസ് കുറേ കിട്ടും. ഡിഡക്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻസ് 80C മുതൽ U വരെയുള്ള ഡിഡക്റ്റ് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യാം, ഇൻകം ഫ്രം സാലറിയിൽ, അങ്ങനെ എല്ലാ ഇളവുകളും ഏതിലുണ്ട്? ഓൾഡ് സ്കീമിലുണ്ട്. ന്യൂ സ്കീമാണെങ്കിലോ ഈ പറഞ്ഞ ഡിഡക്ഷൻസ് ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ ഉള്ളൂ. അത് 2023 കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ന്യൂ സ്കീമിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്? കുറേ അധികം ഡിഡക്ഷൻസ് ചെയ്യാൻ പറ്റില്ല, ആകെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഏക ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് സ്കീമിൽ സ്ലാബിൻ്റെ ടാക്സ് റേറ്റ് കൂടുതലാണ്. കാരണം ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് ഇല്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5%, 5 മുതൽ 10 ലക്ഷം വരെ 20% ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ ന്യൂ സ്കീമിലാണെങ്കിലോ അവിടെ വരുമ്പോൾ 5, 10, 15, 20 അങ്ങനെ പടിപടിയായിട്ടാണ് കയറി പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് ബെനിഫിറ്റ്? ന്യൂ സ്കീമാണ് ബെനിഫിറ്റ്. പക്ഷേ ന്യൂ സ്കീമിൽ ഏത് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല? ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങൾക്ക് എടുക്കാം, തീരുമാനം എടുക്കാം. ഡൊണേഷൻസും ഡിഡക്ഷൻസൊക്കെ ക്ലെയിം ചെയ്യാം. ഓൾഡ് സ്കീമാണ് ബെറ്റർ എങ്കിൽ ഓൾഡ് സ്കീം എടുക്കുക. ന്യൂ സ്കീമാണ് നിങ്ങൾക്ക് ഉചിതമെങ്കിൽ ന്യൂ സ്കീം എടുക്കുക. ഏതാണോ വേണ്ടത് അത് ആരുടെ ചോയ്സാണ്? അസസിയുടെ ചോയ്സാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഓൾഡ് സ്കീം ആണെങ്കിൽ ഓൾഡ് സ്കീം എടുക്കാം, ന്യൂ സ്കീം ആണെങ്കിൽ ന്യൂ സ്കീം എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നെറ്റ് ടാക്സബിൾ ലിമിറ്റ്, സർചാർജ് റേറ്റ് കൂടി നോക്കുകയാണ്. സോ വേറൊന്നുമില്ല, സർചാർജ് റേറ്റ് നമ്മളെ സംബന്ധിച്ച് വരികയാണെങ്കിൽ 50 ലക്ഷം വരെയാണെങ്കിൽ നമുക്ക് എന്തില്ല? സർചാർജ് ഇല്ല. അപ്പോൾ ഇത് ഓൾഡ് ടാക്സ് റെജീമാണ്, ഇത് ന്യൂ ടാക്സ് റെജീമാണ്. രണ്ടിൻ്റെയും സർചാർജ് റേറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്.
അതായത് 50 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ സർചാർജ് ഇല്ല, രണ്ട് പേർക്കും ന്യൂ സ്കീമുമില്ല ഓൾഡ് സ്കീമുമില്ല. 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എന്ന് വെച്ചാൽ 50 ലക്ഷത്തിനും 1 കോടിക്ക് ഇടയിലാണെങ്കിൽ 10% സർചാർജ് അടയ്ക്കേണ്ടി വരും. അധിക നികുതി കേട്ടോ, സർചാർജ് എന്ന് വെച്ചാൽ അധിക നികുതിയാണ്. ഇനി ന്യൂ സ്കീം ആണെങ്കിലും 10%. അടുത്ത എത്രയാണ്? 1 കോടി മുതൽ 2 കോടി വരെയാണെങ്കിൽ 15% എന്ത് അടക്കണം? സർചാർജ് അടയ്ക്കണം. ഇവിടെ ന്യൂ സ്കീം ആണെങ്കിൽ 15% സർചാർജ് അടയ്ക്കണം. അടുത്തത് 2 കോടി മുതൽ 5 കോടി വരെയാണെങ്കിൽ 25, ഇവിടെയും 25. ഓൾഡ് സ്കീം ആണെങ്കിൽ 5 കോടിയുടെ മുകളിലാണെങ്കിൽ 37% ടാക്സ് അടയ്ക്കേണ്ട ഒരു ന്യൂ സ്കീമാണ് 25. സോ ഇങ്ങനെ നോക്കുമ്പോൾ ഏത് സ്കീമാണ് നല്ലത്? ന്യൂ സ്കീമാണ് നല്ലത്. ആ ന്യൂ സ്കീമിൽ സർചാർജ് എന്താണ്? വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് 10 കോടിയുടെ മുകളിൽ 10 കോടിയിൽ 5 കോടിയുടെ മുകളിലൊക്കെ വരുമാനം ഉണ്ടെങ്കിൽ ബെറ്റർ ഏത് ചൂസ് ചെയ്യലായിരിക്കും? ന്യൂ ടാക്സ് റെജീം ചൂസ് ചെയ്യലായിരിക്കും നല്ലത്. ഓക്കെ, സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഡിഡക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. സോ ഇഷ്ടമുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്കീം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓൾഡ് സ്കീം ആണെങ്കിൽ ഓൾഡ് സ്കീം, ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ ന്യൂ ടാക്സ് റെജീം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്താണ് മാക്സിമം മാർജിനൽ റേറ്റ്. മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 29C പ്രകാരം അൺലെസ് ദ കോണ്ടസ്റ്റ് അതർവൈസ് റിക്വയർസ് ദാറ്റ് എ മാക്സിമം മാർജിനൽ റേറ്റ് മീൻസ് ദ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഇൻക്ലൂഡിംഗ് സർചാർജ്. ഓക്കെ, അതായത് ഇൻക്ലൂഡിംഗ് സർചാർജ് ഓൺ ഇൻകം ടാക്സ് മേൽ സർചാർജ് അടക്കം ടാക്സ് വരുന്ന മാക്സിമം റേറ്റ് എത്രയാണ് വരുന്നത്? അതിനാണ് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. സോ മാക്സിമം മാർജിനൽ റേറ്റ് നമ്മളൊന്ന് പഠിച്ചാൽ മതി. ഇൻ അതർ വേർഡ്സ് ദ ടേംസ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് റെഫേഴ്സ് ടു ദ ആപ്ലിക്കബിൾ ഹയസ്റ്റ് സ്ലാബ് റേറ്റ്. അതായത് ഒരു ഇൻഡിവിജ്വലിനും HF സംബന്ധിച്ച് വരുന്ന ഏറ്റവും ഹയസ്റ്റ് സ്ലാബ് റേറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അത് സിമ്പിളായിട്ട് നമുക്ക് ഇവിടുന്ന് പഠിക്കാം. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് മാക്സിമം ടാക്സ് റേറ്റ് വരുന്നത് 30%. കമ്പനീനെ സംബന്ധിച്ച് ടാക്സ് റേറ്റ് വരുന്നത് 30%. ഒരു നോൺ ഡൊമസ്റ്റിക് കമ്പനി മാക്സിമം സ്ലാബ് റേറ്റ് അടയ്ക്കേണ്ടത് 40%. ഒരു ഇൻഡിവിജ്വൽ മാക്സിമം സർചാർജ് അടയ്ക്കേണ്ടത് എത്രയാണ്? 37%. ഓക്കെ, ന്യൂ സ്കീം പ്രകാരമുള്ളവരാണെങ്കിൽ 25% എന്ത് ചെയ്യേണ്ടത്? അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾഡ് സ്കീം പ്രകാരമുള്ള സർചാർജ് എന്നുള്ളത് 37%, ന്യൂ സ്കീം പ്രകാരമുള്ള സർചാർജ് എന്നുള്ളത് 25% വരുന്നത്. ഓക്കെ, നമ്മളത് പഠിച്ചാണ്. ഓക്കെ, ഇനി അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് എത്രയാണ്? 4% വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വല് അദ്ദേഹത്തിനൊരു 100 കോടി രൂപ വരുമാനമുള്ള ആളാണെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ സർചാർജൊക്കെ 5 കോടിയുടെ മുകളിൽ പോയി. സോ അദ്ദേഹം മാക്സിമം എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും? 30% മാക്സിമം റേറ്റ് അടയ്ക്കേണ്ടി വരും, 11% സർചാർജും അടയ്ക്കേണ്ടി വരും. ആ 11%നും ഈ 30%ൻ്റെ മേളിൽ ഹയർ എഡ്യൂക്കേഷൻ സെസ് 4% അടയ്ക്കേണ്ടി വരും. ദാറ്റ് ഈസ് 1.64% വരും. അങ്ങനെ വരുമ്പോൾ 42.74% അടയ്ക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഓൾഡ് സ്കീമിലുള്ളവർ 42% മാക്സിമം ടാക്സ് വരെ അടയ്ക്കേണ്ടി വരും. സോ ഇത് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ഒരു ഇൻഡിവിജ്വൽ മാക്സിമം മാർജിനൽ റേറ്റ് എത്ര? ഒരു ഇൻഡിവിജ്വലിൻ്റെ 42.74%. അതേസമയം ഒരു ഇൻഡിവിജ്വൽ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ന്യൂ സ്കീമാണ് ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാക്സിമം മാർജിൻ റേറ്റ് എത്ര വരുള്ളൂ? 39% വരുള്ളൂ. ന്യൂ സ്കീം എന്ന് പറയുന്നത് 39% വരുള്ളൂ. സോ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ഇൻഡിവിജ്വൽ ഓൾഡ് സ്കീമിനുള്ളവരാണെങ്കിൽ അദ്ദേഹം മാക്സിമം ടാക്സ് അടയ്ക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൻ്റെ 42.74%. ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിൻ്റെ മാക്സിമം സ്ലാബ് റേറ്റ് അടയ്ക്കേണ്ടത് എത്രയാണ്? 42.74% ഓൾഡ് സ്കീം. ഒരു ഇൻഡിവിജ്വൽ ന്യൂ സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം മാക്സിമം അദ്ദേഹത്തിൻ്റെ ഇൻകത്തിന് മേലെ എത്ര ശതമാനം ടാക്സ് അടച്ചാൽ മതി? 39% ടാക്സ് അടച്ചാൽ മതി. അതിൽ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല. സോ 42.74ഉം 39ഉം നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ജസ്റ്റ് കമ്പനിയുടെ ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ചോദിക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. കമ്പനീനെ സംബന്ധിച്ച് വരുന്ന ഇതൊക്കെ സെയിമാണ്. ഹയർ എഡ്യൂക്കേഷൻ സെസ് ഒക്കെ സെയിം തന്നെയാണ്. സോ 34.94 ആണ് കമ്പനീനെ സംബന്ധിച്ച് വരുന്നത്. ഒരു നോൺ ഡൊമസ്റ്റിക് കമ്പനി അടയ്ക്കേണ്ടത് മാക്സിമം സ്ലാബ് മാർജിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 43.68% ആണ്. സോ ഇൻഡിവിജ്വലിൻ്റെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചു വെച്ചേക്കാം. സോ ഇതാണ് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് അടുത്ത MCQ ഡിസ്കഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലോവസ്റ്റ് ഇൻകം ടാക്സ് സ്ലാബ് റേറ്റ് അണ്ടർ ദ ഓൾഡ് ടാക്സ് റെജീം? ഓൾഡ് ടാക്സ് റെജീം പ്രകാരമുള്ള ലോവസ്റ്റ് ഇൻകം ടാക്സിൻ്റെ സ്ലാബിൻ്റെ റേറ്റ് എത്രയാണ്? 0%, 5%, 10%, 20%. ഏതാണ് റേറ്റ് ആയിട്ടുള്ള ആൻസർ? 5% ആണ്. ഓക്കെ, ലോവസ്റ്റ് സ്ലാബ് റേറ്റ് 5% ആണ്. അത് ഓൾഡ് ടാക്സ് റെജീം സ്റ്റാർട്ട് വിത്ത് 5% ടാക്സ് റേറ്റ് ഫോർ ഇൻകം എബവ് 2.5 lakh. 2.5 ലക്ഷത്തിന് മുകളിലുള്ളതിന് 5% ടാക്സ് ആണ്. ഏറ്റവും കുറഞ്ഞ ടാക്സ് റേറ്റ് 5% ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A4 എലിജിബിൾ ഫോർ ഇൻഡിവിജ്വൽസ്? അതായത് എത്ര രൂപയാണ് റിബേറ്റ് കിട്ടുക? 87A പ്രകാരം
ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന റിബേറ്റ് മാക്സിമം എത്ര വരെ കിട്ടും? 15,000, 12,500, 20,000, 10,000. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? 12,500 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 12,500. Section 87A offers rebate up to 12,500 for net income not exceeding 5 lakh. 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ, ഈ റിബേറ്റ് കിട്ടുള്ളൂ. അതും പ്രത്യേകം ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ഇസ് ദ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ലെവിഡ് ഓൺ ഇൻകം ടാക്സ്? അതായത് ഇൻകം ടാക്സ് മേലെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എത്ര ശതമാനം അടയ്ക്കേണ്ടത്? 2 ആണോ 4 ആണോ 5 ആണോ 6 ആണോ? എത്രയാണ്? 4% ആണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അടയ്ക്കേണ്ടത് 4 ആണ്. നേരത്തെ എഡ്യൂക്കേഷൻ സെസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, 3% ഹെൽത്ത് സെസ് എന്ന് പറഞ്ഞാൽ 1% കൂടി വന്ന് അങ്ങനെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% പിടിക്കുന്ന 4% റൈറ്റ് ആൻസർ. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഈസ് അപ്ലൈഡ് അറ്റ് 4% ഓഫ് ടോട്ടൽ ടാക്സ് എമൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഡിഡക്ഷൻസ് ആർ അലൗഡ് അണ്ടർ ദ ഓൾഡ് ടാക്സ് റെജീം? ഓൾഡ് ടാക്സ് റെജീം പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്? ലീവ് ട്രാവൽ കൺസെഷൻ ആൻഡ് HR ഹൗസ് റെന്റ് അലവൻസ്, നാഷണൽ പെൻഷൻ സ്കീം ഓൺലി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, നൺ ഓഫ് ദ അബോവ്. വിച്ച് ഡിഡക്ഷൻസ് ആർ അലൗഡ് അണ്ടർ ദ ഓൾഡ് ടാക്സ് റെജീം? ഓൾഡ് ടാക്സ് റെജീം പ്രകാരം നമുക്ക് എന്തൊക്കെ ഡിഡക്ഷൻസ് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താണ്? ആർ ഡിഡക്ഷൻസ് ആർ അലൗഡ് അണ്ടർ ദ ഓൾഡ് ടാക്സ് റെജീം പ്രകാരം നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്? ലീവ് ട്രാവൽ കൺസെഷനും ചെയ്യാൻ പറ്റും, ഹൗസ് റെന്റ് അലവൻസും ചെയ്യാൻ പറ്റും, നാഷണൽ പെൻഷൻ സ്കീമും ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്യാൻ പറ്റും ഓൾഡ് സ്കീമിൽ. പക്ഷേ ഇവിടെ റൈറ്റ് ആൻസർ ഏതാ വരിക? ലീവ് ട്രാവൽ കൺസെഷനും HR ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ NPS ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതല്ല? ഈ Bയും Cയും ഒരിക്കലും വരില്ല. സോ ലീവ് ട്രാവൽ കൺസെഷനും HRയും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതാണ് ശരിയാണ്. ഇവിടെ ഓൺലി എന്ന് വന്നതുകൊണ്ട് നമുക്ക് എന്തിനും ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിനെയും സീനും ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നൺ ഓഫ് ദ അബോവ് അല്ല. ഏതായാലും എന്താണ്? ലീവ് ട്രാവൽ കൺസെഷനും HR ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഡിഡക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും ലീവ് ട്രാവൽ കൺസെഷൻ ആൻഡ് HR. സോ ദ ഓൾഡ് റെജീം പെർമിറ്റ്സ് ഡിഡക്ഷനിലേക്ക് ലീവ് ട്രാവൽ കൺസെഷൻ, HR ആൻഡ് ഓൾ അതർ അലവൻസ്, എല്ലാ അലവൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, NPS ഓൺലി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓൺലി എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ലീവ് ട്രാവൽ കൺസെഷൻ, HR, NPS, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആ ഓൺലി ആണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലൗഡ് അണ്ടർ ദ ന്യൂ ആൻഡ് ഓൾഡ് റെജീംസ്? അതായത് ന്യൂ റെജീമും ഓൾഡ് റെജീമിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? വാട്ട് ഇസ് ദ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലൗഡ് അണ്ടർ ദ ന്യൂ ആൻഡ് ഓൾഡ് റെജീം? ഓൾഡ് റെജീമിൻ്റെ ആണെങ്കിൽ ന്യൂ റെജീമിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര പെർസെൻറ്റേജ് ആണ്? എത്ര രൂപയാണ്? 40 ആണോ 60 ആണോ 50 ആണോ 30 ആണോ? കറക്റ്റ് ആൻസർ 50,000 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 50,000. ദ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 50,000 അപ്ലൈസ് ടു ബോത്ത് ടാക്സ് റെജീം. ബോത്ത് ടാക്സ് റെജീമിൽ 50,000 ആണ്. പക്ഷേ പുതിയ അസസ്മെൻറ്റ് ഇയർ പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ കുറച്ച് ഇത് വന്നിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്? 50,000 പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ഇസ് ദ ആവറേജ് ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ്? ആവറേജ് ടാക്സ് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ ഇൻകം ഡിവൈഡ് ബൈ ടാക്സ്, ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100, ടാക്സ് ഇൻറ്റു ടോട്ടൽ ഇൻകം, ടാക്സ് ഡിവൈഡ് ബൈ 100. ഏതാ റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ B ആണ്. സോ ദ ഫോർമുല ഓഫ് ആവറേജ് റേറ്റ് ഡിവൈഡ്സ് ദ ടാക്സ് ബൈ ടോട്ടൽ ഇൻകം ആൻഡ് മൾട്ടിപ്ലൈസ് ബൈ 100 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മാക്സിമം മാർജിനൽ റേറ്റ് ഫോർ ഇൻഡിവിജ്വൽസ് ഇൻ ഇന്ത്യ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് പഠിച്ചിരിക്കണമെന്ന്. അതായത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചുള്ള മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 42.74, 34.94, 35.25. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 42.74%. 42.74% ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് കറക്റ്റാണ്. 34.94 എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് കമ്പനീനെ സംബന്ധിച്ച് വരുന്ന ടാക്സ് റേറ്റ് ആണ്. ബാക്കിയൊന്നും അതിൽ വരുന്നതല്ല. സോ റൈറ്റ് ആൻസർ ഇൻഡിവിജ്വലെ സംബന്ധിച്ച് 42.74% ആണ് ഓൾഡ് സ്കീം പ്രകാരം. ന്യൂ സ്കീം പ്രകാരമാണെങ്കിൽ ഐ തിങ്ക് 39% സംതിങ് എന്താണ്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി 42.74%. ദ ഹയസ്റ്റ് സ്ലാബ് റേറ്റ് 42.74% ആപ്ലിക്കബിൾ ടു ഹയർ ഇൻകം ബ്രാക്കറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ടാക്സ് ഓൺ ആൻ ഇൻകം ഓഫ് 15 lakh അണ്ടർ ദ ഓൾഡ് ടാക്സ് റെജീം? വാട്ട് ഈസ് ദ ടാക്സ് ഓൺ ആൻ ഇൻകം ഓഫ് 15 lakh? അതായത് 15 ലക്ഷം ആണെങ്കിൽ നമ്മുടെ ഓൾഡ് ടാക്സ് റെജീം പ്രകാരം എത്രയാണ് ടാക്സ്? വാട്ട് ഈസ് ദ ടാക്സ് ഓൺ ആൻ ഇൻകം ഓഫ് 15 lakh അണ്ടർ ദ ഓൾഡ് ടാക്സ് റെജീം? ഓൾഡ് ടാക്സ് റെജീം പ്രകാരം 15 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ എത്ര നിങ്ങൾ ടാക്സ് അടയ്ക്കണം? സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇങ്ങനത്തുള്ള കാൽക്കുലേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. സോ സിമ്പിളാണ്. 0 to 2.5 lakh, 2.5 lakh to 5 lakh, 5 lakh to 10 lakh, 10 lakh എബോവ് ആണല്ലോ. 10 lakh എബോവ് ഇവിടെ എത്രയുണ്ട്? 15 lakh ഉണ്ട്. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് എഴുതാം.
0 to 2.5 ലാക്ക് എന്താണ് നില്ലാണ്, ബേസിക് എക്സ്റ്റൻഷൻ ലിമിറ്റാണ്. 2.5 ലാക്ക് ടു 5 ലാക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ് 5% ആണ്. 5 to 10 ലാക്ക് ആണെങ്കിൽ 20% ആണ്. 10 ലാക്ക് ടു 15 ലാക്ക് ആണെങ്കിൽ 10 ലാക്ക് അബോ ആണെങ്കിൽ 30% ആണ് അതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2.5 ലാക്ക് ടു 5 ലാക്ക് എന്ന് പറയുന്നത് 0 to 2.5 ലാക്ക് എത്ര ലക്ഷമുണ്ട്? 2.5 ലക്ഷമുണ്ട്. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ, 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എത്ര ലക്ഷമുണ്ട്? 2.5 ലക്ഷമുണ്ട്. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ എത്ര ലക്ഷമുണ്ട്? 5 ലക്ഷമുണ്ട്. 10 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എത്രയുണ്ട്? 5 ലക്ഷമുണ്ട്. സോ സിമ്പിൾ. ഇനി എന്താ ചെയ്യേണ്ടത്? 2.5 ലക്ഷം നില്ലാണ്, സോ 0. 2.5 ലക്ഷം ഇൻറ്റു 5% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 12,500. 5 ലക്ഷം ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ 5 ലക്ഷം ഇൻറ്റു 10% 50,000. 20% എന്ന് പറയുമ്പോഴത്തേക്കും 1 ലക്ഷം. 1 ലക്ഷം. 5 ലക്ഷത്തിൻ്റെ 30%, 5 ലക്ഷത്തിൻ്റെ 10%, 50,000. 30% എന്ന് പറയുമ്പോഴത്തേക്കും 1,50,000. 1,50,000. സോ എത്ര വന്നു? 0, 0, 5, 2, 6, 2,62,500 ആണ് അല്ലേ? 2,62,500 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ അവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നുണ്ട് ബി ആണ് തന്നിരിക്കുന്നത് 2,62,500. സോ ബി ആണ് 2,62,500 റൈറ്റ് ആൻസർ. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഇൻകം ടാക്സ് റേറ്റ് ഫോർ ദ ഇൻകം ബിറ്റ്വീൻ 2,50,000 to 5,00,000? 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള സ്ലാബ് റേറ്റ് എത്രയാണ്? അണ്ടർ ദ ന്യൂ റെജീം, പുതിയ റെജീം പ്രകാരം 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എത്ര ടാക്സ് ആണ് വരുന്നത്? 5% ആണോ, 10% ആണോ, 0% ആണോ, 20% ആണോ എന്നുള്ളതാണ്. ഓക്കെ, സോ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വരുമാനമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചേക്കണ ന്യൂ റെജീം പ്രകാരം 3 ലക്ഷം വരെ എക്സംഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ പറഞ്ഞ കാരണം കൊണ്ട് ചെറിയൊരു കൺഫ്യൂസിങ് ഉണ്ടെങ്കിലും നോ പ്രോബ്ലം. നമ്മളെ സംബന്ധിച്ച് 5 ലക്ഷം വരെ ഉണ്ടല്ലോ. 5 ലക്ഷം വരെയുള്ള ഇൻകത്തിന് എത്രയാണ് ന്യൂ സ്കീം പ്രകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ റെജീം പ്രകാരം 5% ആണ് ടാക്സ് വരുന്നത്. സോ 5% ആണ്. ഓക്കെ, സോ ദ ന്യൂ റെജീം അപ്ലൈസ് 5% ഓഫ് ഇൻകം ഇൻ ദിസ് റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിക് എക്സംഷൻ ലിമിറ്റ് അണ്ടർ ദ ന്യൂ ടാക്സ് റെജീം? ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? ഫിനാൻഷ്യൽ ഇയർ 2023-24 പ്രകാരം ന്യൂ ടാക്സ് റെജീമിൻ്റെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 2,50,000, 3,00,000, 5,00,000. ഏതാ ആൻസർ? 3,00,000 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 3 ലക്ഷമാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓൾഡ് സ്കീമിൻ്റെ എത്രയാണ്? 2.5 ലക്ഷമാണ്. ഓൾഡ് സ്കീമിനാണ് 2.5 ലക്ഷം വരെ നില്ല്. ന്യൂ സ്കീമിന് എത്രയാണ്? 3,00,000 വരെ എന്താണ് നില്ലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂ സ്കീമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ സ്ലാബ് ഒന്നുകൂടി എടുത്ത് നോക്കാം, ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ദ ന്യൂ ടാക്സ് റെജീം ഇൻക്രീസസ് ദ ബേസിക് എക്സംഷൻ ലിമിറ്റ് ടു 3,00,000. റൈറ്റ് ആൻസർ അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹയസ്റ്റ് ഇൻകം ടാക്സ് റേറ്റ് അണ്ടർ ബോത്ത് ടാക്സ് റെജീം? അതായത് ബോത്ത് ടാക്സ് റെജീമിലെ ഹയസ്റ്റ് ഇൻകം ടാക്സ് റേറ്റ് എത്രയാണ്? സിമ്പിൾ. 25 ആണോ, 30 ആണോ, 35 ആണോ, 37 ആണോ? ഏതാണ് ഹയസ്റ്റ് ടാക്സ് റേറ്റ്? എത്ര? സ്ലാബ് റേറ്റ് എത്രയാണ്? 30%. എല്ലാത്തിനും സെയിം തന്നെയാണ്, 30% തന്നെയാണ്. സോ ദ ഹയസ്റ്റ് സ്ലാബ് റേറ്റ് ഓഫ് ബോത്ത് റെജീം ഈസ് 30%, എക്സ്ക്ലൂഡിങ് സർചാർജ്. സർചാർജ് ഇല്ലാതെ 30% ആണ്. കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത, വാട്ട് ഈസ് ദ സർചാർജ് റേറ്റ് ഓഫ് ഇൻകം ബിറ്റ്വീൻ 50 lakh to 1 crore? 50 ലക്ഷം മുതൽ 1 കോടി വരെ എത്ര രൂപ സർചാർജ് വരുന്നത്? 10%, 15%, 25%, 5%. റൈറ്റ് ആൻസർ ഏതാണ്? 10% ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സർചാർജ് ഓഫ് 10% is applicable for income between 50 lakh to 1 crore. 50 ലക്ഷം മുതൽ 1 കോടി വരെ 10% സർചാർജ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ ഓൾഡ് ടാക്സ് റെജീം അലോസ് ഡിഡക്ഷൻ ഫോർ ലീവ് ട്രാവൽ കൺസെഷൻ ആൻഡ് HRA. ഓൾഡ് ടാക്സ് റെജീം ലീവ് ട്രാവൽ കൺസെഷനും HRAയും ഡിഡക്ഷൻ അലോ ചെയ്യുന്നുണ്ട്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൾഡ് ടാക്സ് റെജീം മാത്രമാണ് ലീവ് ട്രാവൽ കൺസെഷനും HRAയും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഡിഡക്ഷൻ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. ന്യൂ സ്കീം അത് അനുവദിക്കുന്നില്ല. ദ ന്യൂ ടാക്സ് റെജീം അലോസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ന്യൂ സ്കീം 80Cയിലുള്ള ഡിഡക്ഷൻസ് ഒക്കെ അനുവദിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ന്യൂ സ്കീം എന്ത് ചെയ്യുന്നില്ല? ഡിഡക്ഷൻസ് ഒന്നും അനുവദിക്കുന്നില്ല. ആകെ അനുവദിക്കുന്ന ഡിഡക്ഷൻ ഏതാണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 മാത്രമാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്, 2 ഫോൾസ് ആണ്. സോ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആണ്. സോ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആണ്. ദ ന്യൂ ടാക്സ് റെജീം ഡസ് നോട്ട് അലോ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C വൈൽ ദ ഓൾഡ് റെജീം ഡസ്. ഓക്കെ, ഓൾഡ് റെജീം എന്ത് ചെയ്യുന്നുണ്ട്? 80Cയിലെയും എല്ലാ ഡിഡക്ഷൻസും എക്സംഷൻസ് ഒക്കെ അലോ ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യുന്നുണ്ട്. ന്യൂ സ്കീം ആകെ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ.
അടുത്ത ക്വസ്റ്റ്യൻ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഈസ് അപ്ലൈഡ് അറ്റ് 2% ഓഫ് ഇൻകം ടാക്സ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 2% പറയുന്നത് തെറ്റാണ്. അത്രയാണ്, 4%. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഈസ് അപ്ലൈഡ് ഓൺ ഇൻകം ടാക്സ് എമൗണ്ട്. ഇൻകം ടാക്സ് എമൗണ്ട് മേലാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അടയ്ക്കേണ്ടത്. അത് കറക്റ്റാണ്. ടോട്ടൽ ഇൻകത്ത് മേലല്ല എഡ്യൂക്കേഷൻ സെസ്സും ഹെൽത്ത് സെസ് അടയ്ക്കേണ്ടത്. ഇൻകം ടാക്സ് എമൗണ്ട് മേലും സർചാർജും മേലുമാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആണ്. സോ ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. സോ ബി ആണ്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ദ സെസ് ഈസ് 4% ഓഫ് ഇൻകം ടാക്സ് എമൗണ്ട് ബട്ട് നോട്ട് 2%. 2% അല്ല, 4% ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് 50,000 ഇൻ ബോത്ത് ടാക്സ് റെജീം. രണ്ട് ടാക്സ് റെജീമിലും, ഓൾഡ് ടാക്സ് റെജീമിലും ന്യൂ ടാക്സ് റെജീമിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ആണ്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് അവൈലബിൾ ഓൺലി ഇൻ ദ ഓൾഡ് ടാക്സ് റെജീം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആൻഡ് ഓൾഡ് റെജീമിൽ മാത്രമാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലവബിൾ ആയിട്ടുള്ളൂ. തെറ്റാണ്. രണ്ട് സ്കീമിലും ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. 2023 മുതൽക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓൾഡ് സ്കീമിലും ന്യൂ സ്കീമിലും അവൈലബിൾ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഫോൾസ് ആണ്. സോ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആണ്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 50,000 ഈസ് അവൈലബിൾ ഇൻ ബോത്ത് ടാക്സ് റെജീം. രണ്ട് ടാക്സ് റെജീമിലും ചെയ്യാൻ പറ്റും. സോ എനിവേ, നമ്മളിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. സോ ഇന്ന് റിബേറ്റും അതുപോലെ തന്നെ ടാക്സിൻ്റെ സ്ലാബ് റേറ്റും പോലുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവരും മറ്റുള്ള ആളുകളിലേക്കും വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ എനിവേ, താങ്ക് യു.